നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു EPF നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു കമ്പനി നമുക്ക് EPF തന്നിട്ടുണ്ടെങ്കിൽ PFന്റെ നമ്പർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ നമ്പർ ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിലൂടെ എടുക്കാൻ സാധിക്കുന്നതാണ്. EPFന്റെ നമ്പർ നിങ്ങളുടെ മൊബൈൽ നമ്പർ PF ഓഫീസിൽ കൊടുത്താൽ മാത്രം മതി. അതായത് കമ്പനിക്ക് കൊടുത്താൽ നിങ്ങൾക്ക് നിഷ്പ്രയാസം തന്നെ നിങ്ങളുടെ PF നമ്പർ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ആ നമ്പർ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ആക്ടിവേഷൻ ചെയ്യേണ്ടതുണ്ട്. അതായത് നിങ്ങളുടെ UAN നമ്പർ ആക്ടിവേഷൻ ചെയ്യണം. ആക്ടിവേഷൻ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ PFലുള്ള നിങ്ങളുടെ ബാലൻസ് തുക അറിയാനും അത് മാസത്തിൽ കമ്പനി കൊടുക്കുന്നുണ്ടോ എന്നറിയാനും പാസ്ബുക്ക് നമുക്ക് കാണാനൊക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ PF ഉള്ള ആളാണെങ്കിൽ ഈ വീഡിയോ കാണണം. നിങ്ങളുടെ PF ആക്റ്റീവ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി അഥവാ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പണം പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ അതിനും ഈ ഒരു ആക്ടിവേഷൻ കൂടിയേ തീരുള്ളൂ. ആദ്യം തന്നെ നിങ്ങൾ ആക്ടിവേഷൻ ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് UAN നമ്പർ വെച്ചിട്ട് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നത്. ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ആ പാസ്ബുക്കിലും ഈ EPFലുമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് UAN നമ്പർ ആക്റ്റീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതും പാസ്വേഡ് എങ്ങനെ സെറ്റ് ചെയ്യാം, അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ നമുക്ക് ലോഗിൻ ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽ ഒക്കെ കണ്ടുപിടിക്കാം എന്നുള്ളതുമാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്റെ പേര് സൂരജ് ചോലക്കൽ. ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാളുടെ PFൽ വരുന്ന യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്ന UAN നമ്പർ അറിയില്ല എന്ന് വിചാരിക്കുക. ആ നമ്പർ കണ്ടുപിടിച്ച് എങ്ങനെയാണ് ആദ്യമായി ആക്ടിവേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ മൊബൈലിലുള്ള ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ മെമ്പർ പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മെമ്പർ പോർട്ടൽ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്കൊരു ലിങ്ക് കാണാൻ സാധിക്കും, മെമ്പർ ഹോം എന്ന് പറഞ്ഞ്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എംപ്ലോയ്മെൻറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ വെബ്സൈറ്റിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു അലേർട്ട് വന്നിട്ടുണ്ടാവും, ഒരു പോപ്പപ്പ് ആയിട്ട്. അത് ജസ്റ്റ് OK കൊടുക്കുക. അത് നിങ്ങളുടെ പാസ്വേഡ് ഒക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. അത് ജസ്റ്റ് OK കൊടുത്തു. ഇപ്പോൾ UAN എന്ന് പറയുന്ന PFൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് UAN നമ്പർ അടിച്ചു കൊടുത്ത് അതിൻ്റെ പാസ്വേഡും അടിച്ചു കഴിഞ്ഞതിന് ശേഷം ക്യാപ്ച കോഡും കൂടെ ടൈപ്പ് ചെയ്ത് സൈൻ ഇൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്ന ആളാണെങ്കിൽ ഇത് ആക്ടിവേഷൻ ചെയ്യണം. അത് ആക്ടിവേഷൻ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമ്മുടെ UAN നമ്പർ ഏതാണ് അല്ലെങ്കിൽ എത്രയാണ് എന്നുള്ളത് അറിയണം. അത് നിങ്ങൾ ഒന്നുകിൽ എംപ്ലോയറോട് ചോദിക്കുക, അതല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ച് നമുക്ക് തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അതിനായി ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ടാവും. ഇമ്പോർട്ടൻ്റ് ലിങ്ക് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്ന ഈ ഓപ്ഷനിൽ രണ്ടാമത്തെ ഓപ്ഷനും മൂന്നാമത്തെ ഓപ്ഷനും ശ്രദ്ധിക്കുക. ആക്ടിവേറ്റ് UAN, നോ യുവർ UAN, രണ്ട് ഓപ്ഷനുകളാണ് ഇവിടെ ഉള്ളത്. ആ ഓപ്ഷനുകളിൽ മൂന്നാമത് വരുന്ന നോ യുവർ UAN എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കും. നമ്മൾ PFൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറാണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. എൻ്റെ മൊബൈൽ നമ്പർ അടിച്ചു കഴിഞ്ഞു. അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ച കോഡ് തെറ്റാതെ അതിൻ്റെ താഴെയുള്ള ആ കോളത്തിൽ അടിച്ചു കൊടുക്കുക. ക്യാപ്ച കോഡ് അടിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൽ ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ തന്നെ നമ്മൾ അടിച്ചു കൊടുക്കണം. അത് അടിച്ച് കഴിഞ്ഞതിന് ശേഷം റിക്വസ്റ്റ് OTP എന്നുള്ള ആ ഒരു ബ്ലൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് ഒരു 6 അക്ക OTP നമ്പർ വരും. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ കോപ്പി ചെയ്യുക. ഇവിടെ OTP ആ നമ്പറിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളൊരു പോപ്പപ്പ് മെനു വന്നിട്ടുണ്ട്. അത് OK കൊടുക്കുക. അതിനുശേഷം ആ OTP ഇവിടെ അടിച്ചു കൊടുക്കുക. ആ OTP അടിച്ചു കഴിഞ്ഞതിന് ശേഷം താഴെ നിങ്ങൾക്ക് ഒരു ക്യാപ്ച കൂടെ വന്നിട്ടുണ്ട്, അതും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. ആ ക്യാപ്ചയും അടിച്ചു കഴിഞ്ഞാൽ താഴെ കാണുന്ന വാലിഡേറ്റ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ അടുത്ത ഒരു അലേർട്ട് വന്നിട്ടുണ്ടാവും, OTP വാലിഡേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ്, അത് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് ഓപ്ഷനുകൾ വന്നിട്ടുണ്ടാവും. അതിൽ ആദ്യം തന്നെ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. രണ്ടാമതായി ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത്, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കലണ്ടറിൻ്റെ മെനു വരും. അവിടെ നിങ്ങളുടെ വർഷം സെലക്ട് ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ. അപ്പോൾ ഇവിടെ 1987 എന്ന് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് മാസം മാറ്റണം. അതിനുവേണ്ടി ആ മാസത്തിൻ്റെ ഭാഗത്തുള്ള ഏരോ കീ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഡേറ്റ് ഏതാണ് എന്നുള്ളത് താഴെ കാണുന്ന നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് അവിടെ വന്നിട്ടുണ്ടാകും. താഴെ സെലക്ട് എനി വൺ എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു ID പ്രൂഫ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ മെമ്പർ ID ആണുള്ളതെങ്കിൽ മെമ്പർ ID സെലക്ട് ചെയ്ത് കൊടുക്കുക. പാൻ കാർഡാണ് കയ്യിലുള്ളതെങ്കിൽ പാൻ കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആധാറാണ് എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ട് ആധാർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു. താഴെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അവിടെ ആധാർ നമ്പർ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ച തെറ്റാതെ അതിൻ്റെ അടുത്ത കോളത്തിൽ അടിച്ചു കൊടുക്കുക. ആ ഒരു ക്യാപ്ച കോഡ് കൂടെ അടിച്ചു കൊടുത്തതിന് ശേഷം ഷോ മൈ UAN എന്ന് പറയുന്ന ആ ബ്ലൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ UAN നമ്പർ കാണിക്കുന്നുണ്ടാവും, അലേർട്ട് എന്ന് പറഞ്ഞ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അതിനുശേഷം നമുക്ക് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ UAN നമ്പർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ആദ്യം വന്നിട്ടുള്ള ആ ഹോമിൽ തന്നെ വരിക. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ലിങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്, ആക്ടിവേറ്റ് UAN എന്ന് പറയുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആക്ടിവേറ്റ് യുവർ UAN എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള ഒരു മെനുവിലാണ് നമ്മൾ എത്തുന്നത്. അവിടെ ആദ്യം തന്നെ സെലക്ട് ചെയ്യാനുള്ള 2 ഓപ്ഷനുകൾ ഉണ്ടാവും, UAN നമ്പറും അല്ലെങ്കിൽ മെമ്പർ ID. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കൈവശം വേണം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം UAN നമ്പർ കണ്ടുപിടിച്ചിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ UAN നമ്പർ ഇപ്പോൾ ഉള്ളത് കൊണ്ട് UAN സെലക്ട് ചെയ്ത് അവിടെ ആ UAN നമ്പർ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ UAN നമ്പർ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ താഴെ ആധാർ എന്ന് കാണിക്കുന്നുണ്ടാകും. അതിൻ്റെ കോളത്തിൽ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ ആധാർ നമ്പർ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ലാസ്റ്റ് കാണുന്ന ഈ ഒരു I ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണിക്കുന്നതാണ്. ശരിയാണോ എന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നെയിം ചോദിക്കുന്നുണ്ട്. നെയിം നിങ്ങളുടെ ആധാർ കാർഡിൽ എന്താണോ ടൈപ്പ് ചെയ്തിട്ടുള്ളത് അത് അതേപോലെ തന്നെ അടിച്ചു കൊടുക്കുക. പേര് അടിച്ചു കഴിഞ്ഞതിന് ശേഷം നേരെ താഴെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. അതും തെറ്റാതെ ആധാർ കാർഡിലുള്ള പോലെ തന്നെ അടിച്ചു കൊടുക്കുക. നേരത്തെ നമ്മൾ അടിച്ച പോലെ തന്നെ ആദ്യം ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം മന്ത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഡേറ്റും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തും സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്, അതും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾ EPFൽ ഏതാണോ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുള്ളത് ആ നമ്പർ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ മൊബൈൽ നമ്പർ PFൽ കൊടുത്തതും ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്യാപ്ച കോഡ് തെറ്റാതെ ആ കോളത്തിൽ അടിച്ചു കൊടുക്കുക. ഏറ്റവും താഴെ കാണുന്ന ഒരു കൺസെൻറ്റ് മെസ്സേജ് ഉണ്ട്, അത് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മുടെ ആധാറിലുള്ള ഡീറ്റെയിൽ ഉപയോഗിച്ച് UAN നമ്പർ ആക്ടിവേഷൻ ചെയ്യാൻ എനിക്ക് സമ്മതമാണ് എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി ഈ ഒരു വൈറ്റ് കളർ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഏറ്റവും താഴെ കാണുന്ന ഗെറ്റ് ഓതറൈസേഷൻ പിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ അടിച്ചു കൊടുക്കണം. നിങ്ങളുടെ മൊബൈലിലേക്ക് വന്നിട്ടുള്ള ആ 6 അക്ക OTP എൻ്റർ OTP എന്നുള്ളതിൻ്റെ അടുത്തുള്ള കോളത്തിൽ അടിച്ചു കഴിഞ്ഞതിന് ശേഷം വാലിഡേറ്റ് OTP ആൻഡ് ആക്ടിവേറ്റ് UAN എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പോപ്പപ്പ് വരും. യുവർ UAN ഹാസ് ബീൻ ആക്ടിവേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് നമ്മുടെ പാസ്വേഡ് വന്നിട്ടുണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് എന്നാണ് പറയുന്നത്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് UAN നമ്പറും പാസ്വേഡും ക്യാപ്ചയും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. PF ആക്ടിവേഷൻ ചെയ്യുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു.
എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു വരുന്നത്. ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള നല്ല ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.